ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ചര്യകളെയും വളരെ മോശമായി സോഷ്യൽ മീഡിയകളിലും മറ്റും വക്രീകരിക്കുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു കുറിപ്പ് ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വായിക്കാനിടയായി. അദ്ദേഹത്തിന്റെ ആശയങ്ങളോടോ പ്രവൃത്തികളോടോ എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ആ കുറിപ്പ് ഞാൻ വായിച്ചപ്പോ ഒരു ഉമ്മ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. ആ കുറിപ്പ് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഒരു മകന് ഉമ്മാനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പ് ആ മകനെ കാണാൻ ഉമ്മയും എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെ? ആ ആഗ്രഹം ഉമ്മ അടക്കി പിടിച്ചത് ഒരുപക്ഷെ സമുദായത്തെയോ സമൂഹത്തെയോ പേടിച്ചായിക്കൂടെ? ഞാൻ പഠിച്ചിട്ടുള്ള ഇസ്ലാമിലെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെയും ഇസ്ലാം വിട്ടു പോയവരെയും ഇസ്ലാം സ്വീകരിക്കാത്തവരെയും ശത്രുക്കളായി കാണാനല്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനവും സ്നേഹവുമാണ്. എന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് പറയട്ടെ, നൂഹ് നബിയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. റസൂലിന്റെ വളർത്തച്ഛനും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടും ഇവരാരും പരസ്പരം അവരെ ശത്രുക്കളായി കണ്ടിട്ടില്ല. മറിച്ച് ജീവിതകാലം മൊത്തം പരിചരിച്ചിട്ടേ ഉള്ളൂ. ശരിയാണ്, ഹാരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ ഉമ്മയെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ആ ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹം അകന്നു പോയതുകൊണ്ടാകാം. ഇസ്ലാം ഒരിക്കലും ആരെയും വെറുക്കാനോ ശത്രുക്കളായി കാണാനോ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുന്നുമില്ല. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി അറിവുള്ളവർ ഈ സമുദായത്തെ കൂടുതൽ ബോധവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്റെ പരിമിതമായ അറിവുകൾ മാത്രമാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഞാൻ തയ്യാറാണ്.